ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദീസ് നമ്പർ 33. തഷ്ദീദു ഫി തർക്കിൽ ജമാഅത്തി. ജമാഅത്ത് ഉപേക്ഷിക്കുന്നതിലുള്ള ഗൗരവം. അപ്പോൾ ഒരു നാട്ടിൽ സത്യവിശ്വാസികളായ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ജമാഅത്തായിട്ട് നിസ്കാരങ്ങൾ നിർവഹിക്കണം. അവർ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ മറ്റുള്ളവർ അവരുടെ ജനാസക്ക് മയ്യിത്ത് നിസ്കാരത്തിന് ഖബറടക്കത്തിന് സമ്മേളിക്കണം. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആശ്വാസത്തിന് വാക്കുകളായി വരണം. ഇങ്ങനെ ഉഖറവിയായ ജീവിതത്തിലേക്കുള്ള തയ്യാറെടുപ്പുമായി ഭൗതിക ലോകത്ത് കഴിയുന്നവർ തന്നെ ആ ഉഖറവിയായ ലോകത്തെ സ്മരിപ്പിക്കുന്ന വിധത്തിലാവണം. നിസ്വാർത്ഥമായുള്ള ജീവിതം ഇവിടെ അനുവദിക്കപ്പെടുന്നതല്ല. നിസ്കാരങ്ങൾ സംഘമായി ചെയ്യണം. ഹജ്ജുകൾ സംഘമാണ്. നോമ്പും നോൽക്കുന്നതിൻ്റെ കാര്യങ്ങളെയും അവർ അത് സംഘമായി ചെയ്യേണ്ടതുണ്ട്. സക്കാത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ്, മറ്റുള്ളവരതിൽ പങ്കുചേരുമ്പോഴാണ് സക്കാത്ത് കൂടുന്നത്. ഇങ്ങനെ തുടങ്ങി സംഘമായി ജീവിക്കേണ്ടതിൻ്റെ അനിവാര്യത ധാരാളം ഇടങ്ങളിൽ വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ജുമുഅ നിലനിർത്തിക്കൊണ്ടുള്ള അവരുടെ സംഘടിത ജീവിതം. നോക്കാം. حدثنا أحمد بن يونس حدثنا زائدة حدثنا السائب بن حبيش عن معدان بن أبي طلحة اليعمري عن أبي الدرداء رضي الله عنه قال سمعت ഞാൻ കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂൽ അവിടുന്ന് പറയുന്നു, മാമിൻ സലാസത്തിൻ ഒരു 3 പേരില്ല, ഫി ഖറിയ ഒരു ഗ്രാമത്തിലോ, വലാ ബദുവിൻ ഒരു മലമ്പ്രദേശത്തോ. അപ്പൊ ഖറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമം, ബദുവ് എന്ന് പറഞ്ഞാൽ പ്രദേശം, മലഞ്ചെരുവ്, അൺകൾച്ചേർഡായ ആളുകൾ താമസിക്കുന്ന, മൃഗങ്ങളോടും വളർത്തു മൃഗങ്ങളോടൊക്കെ കൂടുതൽ ഇടപഴകി ജീവിക്കുന്ന ഗ്രാമ അന്തരീക്ഷങ്ങളൊന്നുമില്ലാത്ത ഇടങ്ങളാണ് ബദുവ് എന്ന് പറയുന്നത്. അങ്ങനെ ബദുവിലാവട്ടെ, ഗ്രാമത്തിലാവട്ടെ, ലാ തുഖാമു ഫീഹിം സ്വലാ, നിസ്കാരം നിലനിർത്തപ്പെടാത്തവരായിട്ടാണെങ്കിൽ, നിസ്കാരം ഇഖാമത്തായി ബാങ്ക് കൊടുത്ത് ഒരാളുടെ കീഴിൽ സംഘടിതമായിട്ട് അല്ല അവിടെ നിസ്കാരം നടക്കപ്പെടുന്നത് എങ്കിൽ, അവർ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ എന്തല്ല, അത് സംഘടിതമല്ല എങ്കിൽ, ഇല്ലാ ഖദിസ്തഹവദ അലൈഹിമു ശൈത്താൻ, ശൈത്താൻ അവർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കും. ശൈത്താന്റെ ആധിപത്യം അത് മനുഷ്യനെ നിഷ്ക്രിയനാക്കും, അവനെ തെറ്റിന്റെ അടിമയാക്കും, നന്മയിലേക്കുള്ള അവന്റെ താല്പര്യം കുറയും. ഇനി നന്മ അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ശൈത്താനോട് പ്രേരിതമായിട്ടായിരിക്കും. അതിൻ്റെ നിബന്ധനകളിൽ കുറവ് വരും, അതിൻ്റെ സ്വീകാര്യതയിൽ കുറവ് വരും. അത് സ്വീകരിക്കപ്പെടാതെ തന്നെ ഇരിക്കുന്ന തരത്തിൽ ശൈത്താൻ അവൻ്റെ ഇംഗിതത്തിലേക്ക് മനുഷ്യനെ ഒരു കളിപ്പാവയായി, ഒരു പെപ്പറ്റായി, ഒരു ടോയായി, ഒരു ഡോളായി ശൈത്താൻ മനുഷ്യനെ മാറ്റും. അല്ലാഹു തആല ശൈത്താന്റെ കരവലയത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നോക്കൂ, നിസ്കരിച്ചാൽ പോരാ, അത് സംഘടിതമായി തന്നെ നിസ്കരിക്കണം. അത് ഓരോ ഏരിയ കണക്കായിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ അപ്രകാരം നിസ്കാരം ജമാഅത്തായി നിലനിർത്തുന്നതിനെ കുറിച്ച് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു, തിരുനബി പൂർത്തീകരിച്ച് പറയുന്നു, അതുകൊണ്ട് ഫഅലൈക ബിൽ ജമാഅ, പൊന്നുമോനെ ജമാഅത്ത് നീ നിർബന്ധമാക്കിക്കോ, സംഘമായി നിന്നോ, സംഘത്തെ തൊട്ട് നീ പിടിച്ചു പോകണ്ട. കാരണം എന്താ? ഫഇന്നമാ യഅകുലു ദിബു, ഒരു ചെന്നായ ഭക്ഷിക്കുന്നത് അൽ ഖാസിയത, ഒറ്റപ്പെട്ട ആൺകുട്ടിയാണ്, ഒറ്റപ്പെട്ട ആട്ടിൻകുട്ടിയെ. അപ്പോൾ ഒരു ആട്ടിൻകൂട്ടത്തിൽ നിന്ന് അവിടെ ചെന്ന് ധൈര്യത്തോടെ ഒരു ഇരയെ കവർന്നെടുക്കാൻ ചെന്നായക്കോ മറ്റു ക്ഷുദ്രജീവികൾക്കോ പിടിമൃഗങ്ങൾക്കോ സാധ്യമല്ല. അവരതിന് തക്കം പാർത്തിരിക്കുന്നത് ആരാണോ അമ്മയുടെ നിർദ്ദേശത്തെ തെറ്റിച്ച് വെള്ളം കുടിക്കാനോ മറ്റു പുല്ല് തേടിക്കൊണ്ടോ കൂട്ടത്തിൽ അകന്നു കഴിയുന്നത് ആരാണെന്ന് നോക്കി അത് ലക്ഷ്യമിട്ട് ആ ജീവിയെ പോയി ആ ചെന്നായ പിടിച്ച് തൻ്റെ വിശപ്പടക്കുന്നു.
കൂട്ടത്തിൽ ആരാണ് നഷ്ടപ്പെട്ടതെന്ന് പോലും ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നുണ്ടാവില്ല. ഇങ്ങനെ രക്ഷിക്കാൻ ആളില്ലാതെ അരക്ഷിതാവസ്ഥ ഉള്ള ജീവജാലങ്ങളിലെ ദുർഗതി പോലെ തന്നെ മനുഷ്യന് അരക്ഷിതാവസ്ഥ കടന്നു വരികയും അവനെ ആക്രമിക്കുന്നതുപോലെ പിശാച് അവന്റെ കരവലയത്തിൽ മനുഷ്യരെ ഒതുക്കുമെന്നാണ് ഹബീബാദങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. സംഘമായി നിന്നുകൊണ്ട് കരുത്തരായി മുന്നേറാൻ അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.